പ്രതിമ കൗട്ടിഞ്ഞോ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. കുതിരക്കച്ചവടം മാത്രം നടക്കുന്ന ഗോവൻ രാഷ്ട്രീയത്തിൽ പുതിയ നേതാക്കൾ കോൺഗ്രസിലേക്ക് വന്നതുകൊണ്ട് എന്ത് കാര്യം എന്ന് ചോദിക്കുന്നവരാണ് കൂടുതലും ഉള്ളത്. എങ്കിലും അതിശക്തരായ BJP വിരുദ്ധരുടെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കുക എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ ധർമ്മം. നമുക്കറിയാം, ഗോവയിൽ അടുത്ത വർഷം ആദ്യം തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ഇനി ഏത് പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ജയിച്ചാലും അവരെ BJP കച്ചവടം ചെയ്തെടുക്കലാണ് അവരുടെ വർഷങ്ങളായി ഗോവയിലെ ഒരു വൃത്തികെട്ട ജനാധിപത്യ രീതി എന്ന് പറയുന്നത്. കുതിരക്കച്ചവടം എന്ന് ഓമന പേരിട്ട് വിളിക്കുന്ന ഈ കോടികളുടെ കുത്തൊഴുക്കിനെതിരെ നീന്തി ജയിക്കാനാണ് ഇപ്പോൾ കോൺഗ്രസ് അവിടെ പദ്ധതിയിടുന്നത്. ആ സാഹചര്യത്തിൽ പ്രതിമയുടെ വരവ് കൂടുതൽ കരുത്തു നൽകുകയാണ് കോൺഗ്രസ് പാർട്ടിക്ക്. അടുത്ത വർഷം ആദ്യം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഗോവയിൽ ആം ആദ്മി പാർട്ടി നേതാവും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നവേലിയും നിയമസഭാ മണ്ഡലത്തിൽ നിന്നുള്ള പാർട്ടി സ്ഥാനാർത്ഥിയുമായിരുന്ന പ്രതിമ കൗട്ടിഞ്ഞോ കോൺഗ്രസിൽ ചേർന്നത് ചില നീക്കങ്ങളുടെ തുടക്കമായിട്ടാണ് ഗോവൻ രാഷ്ട്രീയ മണ്ഡലം കാണുന്നത്. ഗോവയുടെ ചുമതലയുള്ള ACC സെക്രട്ടറി മാണിക് റാവു താക്കറെ, അതുപോലെ PCC അധ്യക്ഷൻ ഗിരീഷ് ചോദൻകർ, പ്രതിപക്ഷ നേതാവ് യൂറി അലെമാവോ എന്നിവരുടെ സാന്നിധ്യത്തിൽ നൂറുകണക്കിന് അനുയായികളോടൊപ്പമാണ് അവർ കോൺഗ്രസിൽ ചേർന്നത്. അപ്പോൾ BJPക്കെതിരെ പൊരുതുക എന്ന് മാത്രമാണ് അവർ പ്രതിജ്ഞ എടുത്തിരിക്കുന്നതും. പണം കാണുമ്പോൾ BJPയുടെ പിന്നാലെ പോകുന്ന ഗോവൻ രാഷ്ട്രീയം കണ്ടുമടുത്തവരുടെ വലിയൊരു കൂട്ടായ്മ ആ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് കോൺഗ്രസിൻ്റെ നീക്കം. ശരിക്കും പറഞ്ഞാൽ ഗോവയുടെ മണ്ണ് കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ളതാണ് കാലാകാലങ്ങളായി. അത് BJPക്കും നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് ചെപ്പടി വിദ്യകളാണ് BJP അവിടെ പയറ്റാറുള്ളത്. ഒന്ന്, ചെറിയ പാർട്ടികൾ ഉണ്ടാക്കുകയും അതുവഴി കോൺഗ്രസ് പാർട്ടിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അതിനും കഴിഞ്ഞില്ലെങ്കിൽ MLAമാരെ പണം അതുപോലെ പദവിയുമൊക്കെ കൊടുത്ത് വശത്താക്കുക എന്നുള്ളതാണ് മറ്റൊരു തന്ത്രം. അങ്ങനെ കുറച്ചു പേരെ വാങ്ങുമ്പോൾ അയോഗ്യത ഉണ്ടാകും എന്ന് വരുമ്പോഴാണ് കൂട്ടത്തോടെ തന്നെ അങ്ങ് കച്ചവടം നടത്തുന്നത്. അതിന് തടയിടാൻ ഇനി കോൺഗ്രസിന് കഴിഞ്ഞില്ല എങ്കിൽ ആ പാർട്ടി അവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാതിരിക്കുന്നതാണ് നല്ലത്. നമുക്കറിയാം, 2017 ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായിട്ട് പോലും കോൺഗ്രസിന് ഗോവ ഭരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ BJPയുടെ പണാധിപത്യവും MLAമാരുടെ പണക്കൊതിയും കൊണ്ട് അത് എത്രത്തോളം ഉണ്ടാകുമെന്നുള്ളത് നമുക്കതിൽ നിന്ന് വ്യക്തമാകുന്നതാണ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി BJPയെ സംരക്ഷിച്ചവർ ഇന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിപക്ഷ വോട്ടുകൾ, അതായത് കോൺഗ്രസ് വോട്ടുകൾ ഭിന്നിപ്പിച്ച് BJPയുടെ വിജയം അനായാസമാക്കിയ തൃണമൂൽ കോൺഗ്രസ്, അതുപോലെ ആം ആദ്മി പാർട്ടി, ഈ പാർട്ടികളൊന്നും ഇന്ന് ഇല്ലാതായിരിക്കുന്നു. ആ അവസ്ഥയിൽ ഗോവയിൽ അവർക്ക് വേറെ വഴിയില്ല. 2022 9.8% വോട്ട് പിടിച്ച് ആ സംസ്ഥാനത്തെ പ്രധാന പ്രാദേശിക പാർട്ടിയായി മാറിയ RJP ആഭ്യന്തര സംഘർഷങ്ങളിൽപ്പെട്ട് തകർന്നു പോയിരിക്കുന്നു. അവരെയും കോൺഗ്രസിൻ്റെ ഭാഗമാക്കാൻ നീക്കം നടക്കുകയാണ്. ഗോവ കോൺഗ്രസ് പാർട്ടി എന്ന പേരിൽ പുതിയൊരു രാഷ്ട്രീയ പാർട്ടിയും ഇപ്പോൾ BJPയുടെ സ്പോൺസർഷിപ്പിൽ ഉദയം ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് സഖ്യത്തിൽ സീറ്റ് കിട്ടാത്തവരെ മത്സരിപ്പിക്കാനും പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാനുമുള്ള BJP വകയുള്ളൊരു പാർട്ടിയാണ് ഇതെന്ന് ഉറപ്പാണ്. ഇത്തരത്തിലുള്ള ഭരണകൂട തന്ത്രങ്ങൾ മറികടന്നാണ് കോൺഗ്രസ് ഇനി ആ സംസ്ഥാനത്ത് ജയിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും സംഘപരിവാറുമൊക്കെ ഇതിനു പുറമേ ചേർന്ന് നടത്തുന്ന ഇത്തരം നീക്കങ്ങളെ മറികടക്കാനുള്ളൊരു ശേഷിയാണ് ആ സംസ്ഥാനത്ത് കോൺഗ്രസ് ആർജിക്കേണ്ടത്. അതിന് കരുത്തു നൽകാൻ പ്രതിമ കൗട്ടിഞ്ഞോയുടെയും അനുയായികളുടെയും പ്രവർത്തനത്തിന് കഴിയുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്. കാരണം കഴിഞ്ഞ തവണ വിഘടിച്ചു നിൽക്കുകയും എന്നാൽ ഇത്തവണ തകർന്ന് തരിപ്പണമായി ഇല്ലാതാകുകയും ചെയ്തിരിക്കുന്ന AAPയുടെയും തൃണമൂൽ കോൺഗ്രസിൻ്റെയും വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവരിൽ ഒരാളാണ് പ്രതിമ കൗട്ടിഞ്ഞോ എന്നുള്ളത് തന്നെയാണ്.